ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 555 ടൈമർ ഐ സി ആണ്. ടൈമർ ഐ സിയും അതിൻ്റെ ഒരു ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ ആസ് എ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. സോ 555 ടൈമർ ഐ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് ടൈം ഡിലേസ്, ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ടൈം ഡിലേസ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് ടൈമർ ഐ സി യൂസ് ചെയ്യുന്നത്. ജനറലി മൈക്രോ സെക്കൻഡ്സ് മുതൽ അവേഴ്സ് ഡ്യൂറേഷനുള്ള ഡിലേ വരെ 555 യൂസ് ചെയ്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ടും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഓസിലേറ്റേഴ്സ്, പൾസ് ജനറേറ്റർ, ദെൻ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട്സ്, അലാംസ്, അതിലൊക്കെയാണ് നമ്മൾ 555 ടൈമർ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതാണൊരു ടിപ്പിക്കൽ 555ൻ്റെ പിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്കിത് 8 പിൻ ഐ സി ആയിട്ടും 14 പിൻ ഐ സി ആയിട്ടും അവൈലബിൾ ആണ്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 555 ആസ് ആൻ 8 പിൻ ഐ സി ആണ്. സോ ഇതിൽ അതിൻ്റെ സപ്ലൈ വോൾട്ടേജ് വരുന്ന, അതായത് ഫസ്റ്റ് പിന്നും 8 പിൻ എന്ന് പറയുന്നത് ദീസ് ആർ യൂസ് ഫോർ പ്രൊവൈഡിങ് സപ്ലൈ വോൾട്ടേജ് ആൻഡ് ഗ്രൗണ്ട്. ദെൻ സപ്ലൈ വോൾട്ടേജ് ജനറലി 5 വോൾട്ട് പ്ലസ് 5 വോൾട്ട് മുതൽ പ്ലസ് 18 വോൾട്ട് വരെ VCC സപ്ലൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കാറുണ്ട്. ദെൻ 7 എന്ന് പറയുന്നത് ഡിസ്ചാർജ് പിന്നാണ്, 6 എന്ന് പറയുന്നത് ത്രഷോൾഡ്, ദെൻ 5 എന്ന് പറയുന്ന കൺട്രോൾ വോൾട്ടേജ്, ദെൻ 4th പിൻ എന്ന് പറയുന്നത് റീസെറ്റാണ്. നമ്മൾ ഒരു 555ന് ഒരു റീസെറ്റ്, ഒരു നെഗറ്റീവ് ട്രിഗർ കൊടുത്തു കഴിഞ്ഞാൽ 555 റീസെറ്റ് ആവും. ദെൻ 3rd പിന്നിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ദെൻ ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്, ട്രിഗർ കൊടുക്കുന്നത് പിൻ നമ്പർ 2ലാണ്. ഓക്കെ, ആൻഡ് ഡിസ്ചാർജ്, ത്രഷോൾഡ്, കൺട്രോൾ വോൾട്ടേജ് ഒക്കെ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസിന് ഓരോ രീതിയിലായിരിക്കും നമ്മൾ ആ പിൻസൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണൊരു 555ൻ്റെ പിൻ ഡയഗ്രാം. ദെൻ ഇതിൻ്റെ വർക്കിങ്ങിന് നമ്മൾ എടുക്കുന്നതിൻ്റെ 555ന് അകത്തുള്ള ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രമാണ്. ഓക്കെ, ഫങ്ഷണൽ ബ്ലോക്സ് യൂസ് ചെയ്താണ് 555ൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണൊരു 555ൻ്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിനെ 555 എന്ന് പറയാൻ കാരണം ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 3 5K ഓം റെസിസ്റ്റേഴ്സ് കാണാൻ പറ്റും. ഇവിടെ ഒരു 5K ഓം, ഇവിടെ ഒരു 5K ഓം, ഇവിടെ ഒരു 5K ഓം. ഇതെന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡറായിട്ട് ആക്ട് ചെയ്യുന്ന റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ 3 5K ഓം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ 555 ടൈമർ എന്ന് പറയുന്നത്. സോ ഈ 5K ഓം റെസിസ്റ്റൻസ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതിനകത്ത് നമ്മൾ 2 ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് കാണാം, UC എന്നും LC എന്നും. ഇതിനെ കമ്പറേറ്റേഴ്സ് ആയിട്ടാണ് നമ്മളിവിടെ ഓപ്പാമ്പിനെ യൂസ് ചെയ്യുന്നത്. UC എന്ന് പറയുന്നത് അപ്പർ കമ്പറേറ്ററും LC എന്ന് പറയുന്നത് ലോവർ കമ്പറേറ്ററുമാണ്. നമ്മൾ 555ന് കൊടുക്കുന്ന ടോട്ടൽ VCC വോൾട്ടേജിനെ ഈ 5K ഓം വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വെച്ച് അപ്പർ കമ്പറേറ്ററിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 2/3 VCC ആയിട്ടും ലോവർ കമ്പറേറ്ററിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 1/3 VCC ആയിട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന്, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നതിനാണ് 3 5K ഓം റെസിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. ദെൻ പിന്നെ വരുന്ന നമുക്കൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇതിനകത്തുള്ള കമ്പറേറ്റേഴ്സിൻ്റെയും ട്രാൻസിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ Q2 എന്ന് പറയുന്നത് ഇതൊരു ബഫർ ട്രാൻസിസ്റ്റർ ആണ്. അതായത് നമ്മൾ 555ൽ നമ്മൾ റീസെറ്റ് പൾസ് കൊടുക്കുന്നത് വരെ ഈ റീസെറ്റ് എന്ന് പറയുന്ന പൾസ് അല്ലെങ്കിൽ റീസെറ്റ് എന്ന് പറയുന്ന പിന്നിനെ Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസുമായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്, ബഫറായിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ പിന്നെ നമുക്കൊരു പവർ ആംപ്ലിഫയർ ഉണ്ടാവും. ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ പിൻ നമ്പർ 3 നിന്നായിരിക്കും ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിൽ ട്രിഗർ കൊടുക്കുന്ന പിൻ നമ്പർ 2ൽ നമ്മൾ ട്രിഗർ കൊടുക്കുമ്പോൾ അത് ഡ്രൈവ് ചെയ്യുന്നത് ലോവർ കമ്പറേറ്ററിനെ ആയിരിക്കും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വർക്കിംഗ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 555ന് 2 സ്റ്റേറ്റാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന സ്റ്റാൻഡ് ബൈ അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റും, രണ്ടാമത്തെന്ന് പറയുന്ന ട്രിഗേർഡ് മോഡും. സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിഗർ ഒന്നും കൊടുക്കുന്നില്ല. ദെൻ രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് ട്രിഗേർഡ് മോഡ്, നമ്മളൊരു ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിൽ ട്രിഗേർഡ് പൾസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ മോഡിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Q ബാർ, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Q ബാർ എന്ന് പറയുന്ന പിൻ എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആയിരിക്കും. ഓക്കെ, Q ബാർ, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Q ബാർ എന്ന് പറയുന്ന പൾസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആയിരിക്കും. സോ ഇത് ലോജിക് 1 ആണെങ്കിൽ, ഇവിടെ 1 ആണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്നത് പവർ ആംപ്ലിഫയർ വിറ്റ് ഈസ് അസ്യൂം ടു ആക്ട് ആസ് ആൻ ഇൻവേർട്ടർ. സോ Q ബാർ 1 ആണെങ്കിൽ പവർ ആംപ്ലിഫയർ ഇൻവേർട്ട് ചെയ്ത് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോജിക് ലോ ആയിരിക്കും.
ഓക്കെ, സോ ഇതാണ് സ്റ്റാൻഡ് ബൈ സ്റ്റേറ്റ്. അതായത് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 555-ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ലോജിക് ലോ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെന്ന് പറയുന്നതാണ് ട്രിഗേർഡ് മോഡ്. നമ്മളൊരു പൾസ് കൊടുക്കുവാണ്, ഒരു നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് പൾസാണ് നമ്മൾ 555 ഡ്രൈവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. സോ നമ്മളൊരു പൾസ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എപ്പോഴാണോ ആ പൾസ് 1/3 VCC എക്സീഡ് ചെയ്യുന്നത്, അതായത് സപ്ലൈ വോൾട്ടേജിന് 1/3 ആണ് നമ്മൾ ലോവർ കമ്പാരേറ്ററിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. സോ എപ്പോഴാണോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ട്രിഗേർഡ് വോൾട്ടേജ് 1/3 VCCയെ എക്സീഡ് ചെയ്യുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കും, ലോവർ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൽ ഗോസ് 1. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്ന ട്രിഗർ പൾസ് 1/3 VCC എക്സീഡ് ചെയ്യുന്നത്, ലോവർ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് 1 ആവും. ലോവർ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫെഡ് ടു ദി സെറ്റ് ഇൻപുട്ട് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. RS ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സെറ്റ് ഇൻപുട്ടിലേക്കാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും, ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ ഔട്ട്പുട്ട് 1 ആവും. ക്യൂ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ക്യൂ ബാർ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും, ഇപ്പോൾ 0 ആയിട്ട് മാറും. നേരത്തെ 1 ആയിരുന്നത് ഇപ്പോൾ 0 ആയിട്ട് മാറും. സോ ആ 0 ഇറ്റ് ഈസ് ഫെഡ് ടു ദി പവർ ആംപ്ലിഫയർ. സോ പവർ ആംപ്ലിഫയർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ തുടങ്ങും, ലോജിക് 1, അതായത് ഹൈ വോൾട്ടേജിലേക്ക് പോകാൻ തുടങ്ങും. ഇനി നമ്മൾ എപ്പോഴാണോ നമ്മുടെ നെഗറ്റീവ് എഡ്ജ് 2/3 VCCയെ എക്സീഡ് ചെയ്യുന്നത്, ഓക്കെ, നമ്മുടെ പൾസ് 2/3 VCC എക്സീഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ തുടങ്ങും, അപ്പർ കമ്പാരേറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഹൈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2/3 VCC എക്സീഡ് ചെയ്യുമ്പോൾ അപ്പർ കമ്പാരേറ്റർ ഔട്ട്പുട്ട് ലോജിക് 1 ആവും. സോ വിച്ച് ഇസ് അപ്ലൈ ടു ദ റീസെറ്റ് ഇൻപുട്ട് ഓഫ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യും, റീസെറ്റ് ആവും. റീസെറ്റ് ആവുമ്പോൾ ക്യൂ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആവും, ക്യൂ ബാർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആവും. ഓക്കെ, സോ അവിടെ എന്താണ്, നമ്മൾ ക്യൂ ബാർ ഔട്ട്പുട്ട് 1 ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, വീണ്ടും ലോജിക് ലോയിലേക്ക് പോവും. ഇനി നമ്മളിവിടെ റീസെറ്റ് പൾസ് എപ്പോഴെങ്കിലും പിൻ നമ്പർ 4 ഒരു നെഗറ്റീവ് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആവും. Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഒരു റീസെറ്റ് പൾസല്ലേ അപ്ലൈ ചെയ്യുന്നത്. സോ Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആവും, വിച്ച് ഈസ് അപ്ലൈ ടു ദി ബേസ് ഓഫ് ദി Q1 ട്രാൻസിസ്റ്റർ. സോ ദിസ് വിൽ കോസസ് ദ എൻറ്റയർ സർക്യൂട്ട് ടു റീസെറ്റ്, അല്ലെങ്കിൽ പഴയ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇങ്ങനെയാണ് 555 ടൈമറിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണുള്ളത്, സ്റ്റാൻഡ് ബൈ മോഡും ട്രിഗേർഡ് മോഡും. നമ്മൾ കൊടുക്കുന്ന ട്രിഗർ പൾസിനനുസരിച്ച് ലോവർ കമ്പാരേറ്ററിൻ്റെയും അപ്പർ കമ്പാരേറ്ററും ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെറ്റ് ചെയ്യുകയും റീസെറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് ലോജിക് ലോയും ഹൈയുമായിട്ട് മാറുന്നത്. ഓക്കെ, സോ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 555-ൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മോണോ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ അല്ലെങ്കിൽ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയും. മോണോ ഷോട്ട് അല്ലെങ്കിൽ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഇതിനെ മോണോ സ്റ്റേബിൾ എന്ന് പറയാൻ കാരണം ഇതിനൊരൊറ്റ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ 555-ൻ്റെ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററായിട്ട് കോൺഫിഗർ ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രമാണിത്. സോ അതിന് 7/6 പിൻ നമ്മളൊരു RC നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ RC നെറ്റ്വർക്കാണ് ഇതിൻ്റെ ടൈം ഡിലേയെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ദ ട്രിഗർ ഇൻപുട്ട് ഈസ് അപ്ലൈ ടു പിൻ നമ്പർ 2. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുകയാണ്, നമ്മളൊരു ട്രിഗർ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, സ്റ്റാൻഡ് ബൈ മോഡിൽ 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് മോഡൽ സ്റ്റാൻഡ് ബൈ മോഡിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തായിരിക്കും, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഓൺ കണ്ടീഷനിലായിരിക്കും, വിച്ച് മെയിൻറ്റെയിൻസ് ദ Q1 ഇൻ ഓൺ സ്റ്റേറ്റ്. സോ കപ്പാസിറ്റർ നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന C എന്ന് പറയുന്ന കപ്പാസിറ്റർ ഗ്രൗണ്ടിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0, അതായത് 3 പിന്നിൽ നമുക്ക് ഒരു ലോ വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് സ്റ്റാൻഡ് ബൈ മോഡ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിൽ ജനറൽ വർക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലിപ്പ് ഫ്ലോപ്പ് Q1-നെ ഓൺ ആക്കി വെച്ചിരിക്കും. സോ കപ്പാസിറ്റർ വിൽ ബി കണക്റ്റഡ് ടു ഗ്രൗണ്ട്, സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ലോ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ട്രിഗേർഡ് മോഡ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പിൻ നമ്പർ 2-ൽ നമ്മളൊരു ട്രിഗർ അപ്ലൈ ചെയ്യുവാണ്. ഇവിടെ ഒരു ട്രിഗർ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു. സോ ട്രിഗർ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കണ്ടീഷൻ, വെൻ ദി ട്രിഗർ ഇൻപുട്ട് എക്സീഡ്സ് 1/3 VCC, ഫസ്റ്റ് സ്റ്റേജാണ്. 1/3 VCC എക്സീഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു, ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റായി കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കും, ക്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും, അല്ലെങ്കിൽ ക്യൂ ബാർ എന്ന് പറയുന്നത് ഇതിലേക്ക് എന്താവും, ലോജിക് 0യിലേക്ക് കണക്റ്റഡ് ആവും. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ ക്യൂ ബാർ 0 ആയി കഴിഞ്ഞാൽ ക്യൂ ബാറിനെ എവിടേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്, Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യൂ ബാർ 0 ആകുമ്പോഴത്തേനും Q1 എന്ന് പറയുന്നത് ഓഫ് കണ്ടീഷൻ ആവുകയും Q1 ഓഫ് ആയി കഴിഞ്ഞാൽ ഈ 7ൽ കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, സ്റ്റാർട്ട്സ് ടു ചാർജ്. അതായത് Q1 ഓഫ് ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഗ്രൗണ്ടിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവും. സോ 7ൽ കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ, ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഗ്രൗണ്ടിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് R എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ ഹെൽപ്പോട് കൂടി കപ്പാസിറ്റർ VCCയിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് എത്ര ഡ്യൂറേഷൻ വരെ ചാർജ് ചെയ്യും, ഫോർ എ ടൈം പീരിയഡ് T. ഈ ആറിൻ്റെയും സിയുടെയും വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ടൈം പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡ് വരെ എന്ത് ചെയ്യാൻ തുടങ്ങും, കപ്പാസിറ്റർ VCCയിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി റെസിസ്റ്റൻസ് R. ഇനി ഒരു T എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷൻ കഴിയുമ്പോഴത്തേക്കും കപ്പാസിറ്റർ വോൾട്ടേജ് എന്ത് ചെയ്യും, 2/3 VCCയെ എക്സീഡ് ചെയ്യും. ഓക്കെ, ആഫ്റ്റർ എ ടൈം പീരിയഡ് T കപ്പാസിറ്റർ വോൾട്ടേജ് എപ്പോഴാണോ 2/3 VCC അല്ലെങ്കിൽ ആ വാല്യൂയിലേക്ക് അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് എക്സീഡ് ചെയ്യുന്നത്, നമുക്ക് എന്ത് വരും, അപ്പർ കമ്പറേറ്റർ, ഈ കമ്പറേറ്റർ എന്ത് ചെയ്യും, ഈ കമ്പറേറ്റർ ഓൺ ആവും. ഈ കമ്പറേറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ ലോജിക് 1 അറ്റ് ദി ഔട്ട്പുട്ട്. സോ ഈ ലോജിക് 1 നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, കൺട്രോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ റീസെറ്റ് പൾസിലേക്കാണ് പോകുന്നത്. സോ ദിസ് വിൽ കോസ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു റീസെറ്റ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആയിക്കഴിഞ്ഞാൽ ക്യൂ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0യും ക്യൂ ബാർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1ഉം ആവും. സോ ക്യൂ ബാർ ഔട്ട്പുട്ട് 1 ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കിയേ, ക്യൂ ബാർ 1 ആയിക്കഴിഞ്ഞാൽ അത് എഗെയിൻ Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലായിരുന്നു, ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും, അത് ഓൺ കണ്ടീഷൻ ആവും. Q1 ഓൺ ആയിക്കഴിഞ്ഞാൽ ഇത്രയും നേരം ചാർജ് ചെയ്തുകൊണ്ടിരുന്ന കപ്പാസിറ്റർ ഇപ്പോൾ എന്തിലേക്ക് മാറും, സഡൻ ആയിട്ട് ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലേക്ക് മാറും. അതായത് ചാർജ് ചെയ്തിരുന്ന വോൾട്ടേജിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് നോക്കും. ആൻഡ് ദി ഔട്ട്പുട്ട് ഫോൾസ് ടു 0 വോൾട്ടേജ്. ഓക്കെ, ഇങ്ങനെയാണ് മോണോസ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതിൻ്റെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അതാണ് ഈ കമ്പറേറ്ററിനെ സ്വിച്ച് ചെയ്യിക്കുന്നത്. സോ ജനറൽ ഇക്വേഷൻ, ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് VC. ഈ VC എന്ന് പറയുന്ന കപ്പാസിറ്റർ വോൾട്ടേജ് ആണ്, ഇസ് ഈക്വൽ ടു നമ്മുടെ സപ്ലൈ വോൾട്ടേജ് VCC ഇൻറ്റു 1 - e⁻⁻t/RC. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് അവൈലബിൾ ആകുന്ന വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ്. നമ്മളിവിടെ എപ്പോഴാണ് നമുക്ക് കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജിങ് നടക്കുന്നത്, അറ്റ് T ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ T. നമ്മൾ പറഞ്ഞു ഫോർ എ ക്യാപിറ്റൽ T ഡ്യൂറേഷൻ കപ്പാസിറ്റർ ചാർജ് ചെയ്യും എന്ന് പറഞ്ഞു. ആൻഡ് എപ്പോഴാണോ ക്യാപിറ്റൽ Tക്ക് ഈക്വൽ ആകുന്നത്, അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 2/3 VCC ആയിരിക്കും. സോ ഈ രണ്ട് ടേംസിനെ എടുത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്യാപിറ്റൽ T നമ്മുടെ ടൈം പീരിയഡിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്താൽ വി ഗെറ്റ് ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു 1.1 RC എന്ന് പറയും. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡ്യൂറേഷനിലേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കപ്പാസിറ്റർ ചാർജ് ചെയ്യാനായിട്ട് നോക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈവൻ 1/3 VCC 2/3 VCC എന്നൊക്കെ നമ്മൾ വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്താണ് ലോവർ ആൻഡ് അപ്പർ കമ്പറേറ്റേഴ്സിനെ ഓൺ ആക്കി ഓഫ് ആക്കുകയും ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമ്മുടെ ടൈം കോൺസ്റ്റൻറ്റിന് സപ്ലൈ വോൾട്ടേജുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. അപ്പോൾ എപ്പോഴും T ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ T ആകുന്നത് വരെ എന്ത് ചെയ്യുക, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഈ സമയത്ത് നമ്മൾ ട്രിഗർ മാറ്റി കൊടുത്താലും ട്രിഗർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സർക്യൂട്ടിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല, കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ആ സർക്യൂട്ടിനെ എപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും, വെൻ നെഗറ്റീവ് റീസെറ്റ് പൾസ് ഈസ് അപ്ലൈഡ്. ഓക്കെ, റീസെറ്റ് പൾസ് കൊടുത്താൽ മാത്രമേ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഫോർ എ ഡ്യൂറേഷൻ ക്യാപിറ്റൽ T ഡ്യൂറേഷൻ എത്തുന്നത് വരെ കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി റീസെറ്റ് പൾസ് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്, റീസെറ്റ് പൾസ് എന്ന് പറയുന്നത് പിൻ നമ്പർ 4ലാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ 4ൽ നമ്മളൊരു നെഗറ്റീവ് റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ എന്തായിപ്പോവും, ഓഫ് കണ്ടീഷനിലേക്ക് ആയിപ്പോവും. Q2 ഓഫ് ആയി കഴിഞ്ഞാൽ ദിസ് വിൽ മേക്ക്
ടേൺ ഓൺ അല്ലെങ്കിൽ Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കാൻ തുടങ്ങും. ഓക്കെ, Q1 ഓണായി കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന, കാരണം ക്യാപിറ്റൽ T വരെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ റീസെറ്റ് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഓഫായിരുന്ന ട്രാൻസിസ്റ്റർ Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ എന്താവാൻ തുടങ്ങും? ഓൺ ആവാൻ തുടങ്ങും. സോ ദ കപ്പാസിറ്റർ, ചാർജ് ചെയ്തുകൊണ്ടിരുന്ന കപ്പാസിറ്റർ സഡൻ ആയിട്ട് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ സർക്യൂട്ടിനെ എന്ത് ചെയ്യുന്നത്? റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ടൊരു ടൈമിംഗ് വേവ് ഫോം ഉണ്ടാവും. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ട്രിഗർ പൾസ് എന്ന് പറയുന്നത്. സോ കണ്ടീഷൻ എന്താണ്? ട്രിഗർ, അതായത് നമ്മുടെ നെഗറ്റീവ് ട്രിഗർ, ഫാളിംഗ് ട്രിഗറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ട്രിഗർ വോൾട്ടേജ് 1/3 VCC എത്തുന്നത് വരെ എന്ത് ചെയ്യും? കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ എപ്പോഴാണോ ഈ ട്രിഗർ വോൾട്ടേജ് 1/3 VCCയെ ക്രോസ് ചെയ്യുന്നത്, അറ്റ് ദിസ് ടൈം ഇൻസ്റ്റൻറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? കപ്പാസിറ്റർ ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. ഏത് വരെ ചാർജ് ചെയ്യും? ഫോർ എ ടൈം ഡ്യൂറേഷൻ ക്യാപിറ്റൽ T. ഓക്കെ, അപ്പം ഇവിടെ എത്തുമ്പോഴത്തേനും 1/3 VCC ആണ് അല്ലേ. 1/3 VCC എത്തുമ്പോഴാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഇവിടെയൊക്കെ നമുക്ക് ട്രിഗർ പൾസ് പോകുന്നുണ്ടല്ലേ. ആ ട്രിഗറിനൊന്നും ഈ കപ്പാസിറ്റർ വോൾട്ടേജിനെ ഒന്നും ചെയ്യാനില്ല. കാരണം ട്രിഗർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്യാപിറ്റൽ T ഡ്യൂറേഷൻ വരെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുക തന്നെ ചെയ്യും. വെൻ ദ കപ്പാസിറ്റർ വോൾട്ടേജ് റീച്ചസ് 2/3 VCC, ഈ പോയിന്റ് എത്തുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് 2/3 VCC ആവും. സോ 2/3 VCC ആവുമ്പോൾ അപ്പർ കമ്പറേറ്റർ ഓൺ ആയിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിന് എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യും. സോ ദിസ് കോസസ് ദ കപ്പാസിറ്റർ വോൾട്ടേജ് ടു സഡൻലി ഡ്രോപ്പ് ടു 0 പൊട്ടൻഷ്യൽ, ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലേക്ക് മാറും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ഈ ഡ്യൂറേഷനിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ലോജിക് 1, അതായത് VCCയിൽ തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. എപ്പോഴാണോ കപ്പാസിറ്റർ ഗ്രൗണ്ടിലേക്ക് ഫോൾ ചെയ്യുന്നത് അപ്പോഴെന്ത് കിട്ടും? ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവും. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആകുമ്പോഴത്തേനും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സഡൻലി ഫോൾസ് ടു 0. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിൻ്റെ നോർമൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഫിഗർ D നോക്കിയേ, നമ്മളിപ്പോൾ ട്രിഗർ അപ്ലൈ ചെയ്തു. ട്രിഗറിന് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോമിനും കപ്പാസിറ്റർ വോൾട്ടേജും യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല എന്ന് പറഞ്ഞു. സപ്പോസ് നമ്മൾ ഈ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡ്യൂറേഷൻ, അതായത് ഇത്രയും ഡ്യൂറേഷനാണ് ക്യാപിറ്റൽ T എന്ന് പറയുന്നത് അല്ലേ. ഇതിനിടയ്ക്ക് വെച്ച് നമ്മളൊരു റീസെറ്റ് പൾസ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ നെഗറ്റീവ് എഡ്ജ് പൾസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൈം പീരീഡ്, ഈ ടോട്ടൽ T എത്തുന്നതിന് മുമ്പ് നമ്മളൊരു റീസെറ്റ് പൾസ് കൊടുത്തു എന്ന് വിചാരിക്കുക. റീസെറ്റ് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ സഡൻ ആയിട്ട് 0 വോൾട്ടിലേക്ക് ഡിസ്ചാർജ് ആവും. അതെ, ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലേക്ക് പോകും. സോ അപ്പോൾ ഇത്രയും ഡ്യൂറേഷൻ വരെ നമുക്ക് കാണത്തില്ല. എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ ഇവിടെ എത്തുമ്പോഴത്തന്നെ ഗ്രൗണ്ട് വോൾട്ടേജിലേക്ക് പോകും. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് സഡൻലി ഫോൾസ് ടു 0. നേരത്തെ ഇത്രയും ഡ്യൂറേഷൻ വരെ VCCയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് നമ്മൾ റീസെറ്റ് പൾസ് കൊടുത്തപ്പോഴത്തേനും ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? അത് 0 വോൾട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് ഒരു മോണോഷോട്ട് അല്ലെങ്കിൽ ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ RC ടൈം കോൺസ്റ്റൻ്റ് ആണ്. അതായത് നമ്മൾ ട്രിഗർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫോർ ആസ് ലോങ് ആസ് T is equal to 1.1 RC ദ കപ്പാസിറ്റർ VC എന്ന് പറയുന്നത് ടെൻസ് ടു ചാർജ് ഫ്രം ഏത് തൊട്ടാ 1/3 VCCയിൽ നിന്ന് അത് 2/3 VCC വരെ ചാർജ് ചെയ്യും. റീസെറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അറ്റ് 2/3 VCCയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. ആൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്സ് ടു 0. ഓക്കെ, സോ 555 നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിട്ടാണ്. ഇതിനെ മോണോഷോട്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് 555ൻ്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ വർക്കിംഗ് സർക്യൂട്ട് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.